പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 9562482835. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് വിലയിരുത്തി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി സന്നിഹിതനായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആലത്തൂർ AP കെ രാധാകൃഷ്ണന്റെ നിവേദനം സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കൈമാറി. അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജൂൺ മാസത്തോടെ വടക്കാഞ്ചേരി സ്റ്റേഷൻ സജ്ജമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് RN സിംഗ് വ്യക്തമാക്കി. മാർച്ച് മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കെ രാധാകൃഷ്ണൻ MPയും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയും റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. തുടർന്ന് യാത്രക്കാരുടെയും പാസഞ്ചേഴ്സ് അസോസിയേഷന്റെയും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ നിവേദനം വഴി ദക്ഷിണ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി സന്ദർശിച്ച ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറെ നേരിൽ കണ്ട് നിവേദനം നൽകിക്കൊണ്ട് ഈ വികസന ആവശ്യങ്ങൾ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. അമൃത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളിൽ വനിതാ കാത്തിരിപ്പ് ഹാൾ, പൊതു കാത്തിരിപ്പ് ഹാൾ, അപ്പർ ക്ലാസ് കാത്തിരിപ്പ് ഹാൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുത്തണമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആവശ്യപ്പെട്ടു. രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ ഉൾപ്പെടെയുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കണം. കൂടാതെ സ്റ്റേഷന്റെ വടക്കുഭാഗത്ത് രണ്ടാമതൊരു പ്രവേശന കവാടം കൂടി നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും MLA റെയിൽവേയുടെ ശ്രദ്ധ ക്ഷണിച്ചു. സ്റ്റേഷന്റെ വടക്ക് ഭാഗത്ത് കാട്ടിലങ്ങാടി, ചരൽപ്പറമ്പ്, പാർലിക്കാട്, ഇരട്ടക്കുളങ്ങര തുടങ്ങിയ ജനസാന്ദ്രതയുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന വടക്കു വശത്തുകൂടിയാണ് ധാരാളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ സ്റ്റേഷനിലേക്ക് വരുന്നത്. കോവിഡ് കാലത്ത് നിർത്തലാക്കിയത് ഉൾപ്പെടെ പുതിയ ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും MLA മുന്നോട്ട് വെച്ചു. റെയിൽവേ നഗർ മുതൽ സ്റ്റേഷൻ എൻട്രൻസ് വരെയുള്ള ഭാഗത്തേക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന ആവശ്യവും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് RN സിംഗ് പറഞ്ഞു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യങ്ങൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് കെ രാധാകൃഷ്ണൻ MPയോടൊപ്പം നിരന്തര പരിശ്രമം നടത്തുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തോടുകൂടി പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം നൽകിയ ഉറപ്പ്. ബഹുമാനപ്പെട്ട MPയുടെ നിവേദനം നേരിൽ കൊടുത്തിരുന്നു. നേരത്തെ MLA എന്ന രീതിയിൽ നിവേദനങ്ങൾ മെയിൽ ചെയ്തിരുന്നു. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ഈ പ്രവൃത്തിയുടെ ഭാഗമായി തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ തന്നെ അപ്പർ ക്ലാസ് യാത്രക്കാർക്കൊക്കെ തന്നെ പ്രത്യേകം വെയിറ്റിംഗ് റൂമുകൾ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തി നിർമ്മിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് എന്നുള്ള നിർദ്ദേശം നമ്മൾ ഒരു സെക്കൻഡ് എൻട്രി എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരുടെ എണ്ണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ അത് പരിഗണിക്കുന്നതിന് പ്രയാസമാവും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം നമുക്ക് രണ്ട് റോഡുകളെ, പ്രത്യേകിച്ച് അപ്പുറത്തുള്ള PWD റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിനെ സംബന്ധിച്ച് ആലോചിക്കാം എന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. തീർച്ചയായും നേരത്തെ നിയമസഭയ്ക്കകത്ത് സബ്മിഷനായിട്ടും മറ്റൊക്കെ തന്നെ ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. നിശ്ചിത അളവിൽ യാത്രക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയൂ എന്നാണ് അന്ന് സൂചിപ്പിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട MP ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം നിരന്തരമായി നടത്തുന്ന ഇടപെടൽ കൂടി ചേരുമ്പോൾ നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസൽ കൂടി കൊടുക്കണം എന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.